ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ നമ്മുടെ 4ാമത്തെ ചാപ്റ്റർ ആണ്. അപ്പോൾ ഇതിനകത്താണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മുടെ മോളിക്യൂൾസിന്റെ ഷേപ്പ്, അതേപോലെ റിയാക്ഷൻസ് ഒക്കെ എങ്ങനെയാണ്, നമുക്ക് കുറച്ച് ലോസ് കാര്യങ്ങളൊക്കെ പറയാനുള്ളത്. അപ്പൊ നോക്കിക്കേ, ഇതിനകത്ത് ഫസ്റ്റ് പറയുന്നത് കെമിക്കൽ ബോണ്ട് എന്താണെന്നാണ്. കെമിക്കൽ ബോണ്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആറ്റംസ് ജോയിൻ ചെയ്തിട്ടാണ് എന്തുണ്ടാവുന്നത്, മോളിക്യൂൾസ് ഉണ്ടാവുന്നത്. അപ്പൊ രണ്ട് ആറ്റങ്ങളുടെ ഇടയിൽ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. ഈ ഫോഴ്സ് ഓഫ് അട്രാക്ഷനെയാണ് നമ്മൾ കെമിക്കൽ ബോണ്ട് എന്ന് പറയുന്നത്. കെമിക്കൽ ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, രണ്ട് ആറ്റംസ് ഉണ്ട്, രണ്ട് ആറ്റംസ് ഉണ്ട്. ഈ രണ്ട് ആറ്റംസിന്റെ ഇടയിൽ എന്തുണ്ട്, ഒരു ബോണ്ട് ഉണ്ട് അല്ലെ, ഈ ആറ്റത്തിന്റെ ഇടയിലും ഈ ആറ്റത്തിന്റെ. ഇപ്പൊ നമുക്ക് ഇവിടെ ഹൈഡ്രജൻ ആണ് എടുക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പൊ ഒരു H2 ആറ്റം, ഒരു ഹൈഡ്രജൻ ആറ്റം, ഒരു ഹൈഡ്രജൻ ആറ്റം, ഇവരുടെ ഇടയിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷനെ നമ്മൾ വിളിക്കുന്നതാണ് എന്ത്, കെമിക്കൽ ബോണ്ട് എന്ന്. അപ്പൊ നോക്കിക്കേ, കെമിക്കൽ ബോണ്ട് എന്താണ്? എ കെമിക്കൽ ബോണ്ട് ഈസ് ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ദാറ്റ് ഹോൾഡ്സ് ആറ്റം ടുഗദർ ഇൻ എ മോളിക്യൂൾ, അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ടിനകത്ത്. അപ്പൊ കെമിക്കൽ ബോണ്ട് എന്ന് പറയുന്നത് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ദാറ്റ് ബിറ്റ്വീൻ ഇൻ ദ ആറ്റംസ്, ആറ്റംസിനെ ഹോൾഡ് ചെയ്യാനുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷനെയാണ് നമ്മൾ കെമിക്കൽ ബോണ്ട് എന്ന് പറയുന്നത്. അപ്പൊ നോക്കിക്കേ, ഈ കെമിക്കൽ ബോണ്ട് രണ്ട് ടൈപ്പ് ഓഫ് കെമിക്കൽ ബോണ്ടുകൾ ഉണ്ടാകാം. ഏതൊക്കെയാണ് കെമിക്കൽ ബോണ്ടിന് ഉണ്ടാവാൻ സഹായിക്കുന്നത്? നമ്മുടെ അയോണിക് ബോണ്ടും അതേപോലെ കോവാലന്റ് ബോണ്ടും. കെമിക്കൽ ബോണ്ടിന്റെ ടൈപ്സ് എന്ന് പറയുന്നത് എന്താണ്, അയോണിക് ബോണ്ടും കോവാലന്റ് ബോണ്ടും. അപ്പൊ നോക്കിക്കേ, ഈ അയോണിക് ബോണ്ടും കോവാലന്റ് ബോണ്ടും എന്ന് പറയുമ്പോൾ, അയോണിക് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്, ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ ആയിരിക്കും. ഇലക്ട്രോണെ എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യും. ഇനി ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോവാലന്റ് ബോണ്ടാണ്. നമ്മൾ പഠിച്ചിട്ടുള്ള സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട് ഒക്കെ വരുന്നത് കോവാലന്റ് ബോണ്ടാണ്. നമുക്ക് മെയിൻ ആയിട്ട് നോക്കേണ്ട ഇമ്പോർട്ടന്റ് ആണ്, ഇമ്പോർട്ടന്റ് ടൈപ്സ് ഓഫ് കെമിക്കൽ ബോണ്ട് എന്ന് പറയുന്നതാണ് അയോണിക് ബോണ്ടും കോവാലന്റ് ബോണ്ടും. അപ്പൊ അയോണിക് ബോണ്ട് എന്ന് പറയുന്നത് എന്താണ്, ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ ആയിരിക്കും. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ NaCl എടുക്കുന്ന സമയത്ത് നമ്മുടെ കോമൺ സാൾട്ട് ആണ് നമ്മുടെ NaCl എന്ന് പറയുന്നത്. അപ്പൊ Na എന്ന് പറയുമ്പോൾ 11 എന്നറിയാം, അതേപോലെ Cl എത്രയാണ്, 17 ആണ്. അപ്പൊ നോക്കിക്കേ, Na-യുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ 1s2 2s2 2p6 3s1 വന്നു. ഇനി Cl എന്ന് പറയുമ്പോൾ എത്രയാണ്, 17 ആണ് അറ്റോമിക് നമ്പർ വരുന്നത്. അപ്പൊ എങ്ങനെ എഴുതും, 1s2 2s2 2p6 3s2 3p5 വരും. നോക്കിക്കേ, 10 5 2 7 17 വന്നില്ലേ? അപ്പൊ നോക്കിക്കേ, ഈ 17നകത്ത് ഈ ആളെ 3s1ഉം ഒരാളെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ സ്റ്റേബിൾ ആയില്ലേ, നമ്മുടെ സോഡിയം അവിടെ സ്റ്റേബിൾ ആയി. ഈ 3s1 ഒരു ഇലക്ട്രോണിനെ സോഡിയത്തിന് കൊടുക്കണം. അതിനാണ് ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത്. നമ്മുടെ അയോണിക് ബോണ്ടിന്റെ കേസാ പറയുന്നത്. അപ്പൊ നോക്കിക്കേ, ഈ ഇലക്ട്രോൺ, ഈ 1 എന്ന് പറയുന്ന ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ Na എന്താവും, Na+ ആയിട്ട് മാറും. ഇനി ഈ Clന്റെ കേസ് നോക്കിക്കേ, 17 ആണ് അറ്റോമിക് നമ്പർ വരുന്നത്. ഇവിടെ ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ 3p5 ആണ്, ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ക്ലോറിൻ സ്റ്റേബിൾ ആവും. അപ്പൊ എന്ത് ചെയ്യും, ഈ സോഡിയത്തിന്റെ കയ്യിൽ നിന്നുള്ള ഒരു ഇലക്ട്രോണ് സോഡിയത്തിന് എന്തായാലും എന്ത് ചെയ്യണം, റിമൂവ് ചെയ്യണം. അങ്ങനെ റിമൂവ് ചെയ്യുമ്പോൾ നമ്മുടെ ക്ലോറിൻ അത് വാങ്ങിക്കുമ്പോൾ ക്ലോറിൻ എന്തായി, സ്റ്റേബിൾ ആയി. അപ്പൊ Cl- ആയിട്ട് മാറി. ഇതാണ് ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത്. ഇനി നോക്കിക്കേ, ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺ ഉണ്ട്. നമ്മുടെ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺ H2 പറയാം, എക്സാമ്പിൾ ആയിട്ട് O2 പറയാം, Cl2 പറയാം, അതായത് ക്ലോറിൻ പറയാം. രണ്ട് ക്ലോറിൻ ആറ്റങ്ങളുടെ ഇടയിലുള്ള ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ് പറയാൻ പറ്റും. അപ്പൊ നോക്കിക്കേ, ഇതെന്ന് പറയുന്നത് എന്താണ്, ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ ആണ്. ഇനി ഷെയറിംഗിന്റെ കേസ് പറയുമ്പോ നോക്കിക്കേ, ഷെയറിംഗ് നമ്മുടെ Cl2ന്റെ കേസിലാ പറയുന്നത്. അപ്പൊ Cl എന്ന് പറയുമ്പോൾ 17 ആണ് അറ്റോമിക് നമ്പർ എന്ന് നമുക്കറിയാം. അപ്പൊ നോക്കിക്കേ, 1s2 2s2 2p6 3s2 3p5 വന്നു അല്ലെ, 3p5. ഇവിടെ ഒരാളെ കിട്ടിക്കഴിഞ്ഞാലല്ലേ ക്ലോറിന് സ്റ്റേബിൾ ആവാൻ പറ്റുള്ളൂ. അപ്പൊ അടുത്ത ക്ലോറിന് എന്താണ്, 17 ആണ്. 1s2 2s2 2p6 3s2 and 3p5 വന്നു. ഇങ്ങനെയല്ലേ ക്ലോറിൻ വരിക.
അപ്പൊ ക്ലോറിൻ എന്ത് ചെയ്യണം? ഈ ക്ലോറിന് സ്റ്റേബിൾ ആവാൻ ഒരാളെ കിട്ടണം. ഈ ആൾക്കും സ്റ്റേബിൾ ആവാൻ ഒരു ഇലക്ട്രോണെ കിട്ടണം. അങ്ങനെ കിട്ടുന്ന സമയത്ത് ഇവരെന്ത് ചെയ്യും? പരസ്പരം ഓരോ ഇലക്ട്രോൺസിനെ വെച്ച് ഷെയർ ചെയ്യും. ഇവരെന്ത് ചെയ്യും? ഓരോ ഇലക്ട്രോൺസിനെ വെച്ച് ഷെയർ ചെയ്യുമ്പോൾ ഈ ആദ്യത്തെ ക്ലോറിനെ നമുക്ക് എ എന്നും പറയാം, ബി എന്ന് പറയാം, രണ്ടാമത്തെ ക്ലോറിൻ. അപ്പൊ ആദ്യത്തെ ക്ലോറിന് ഒരാളെ കിട്ടിയാലല്ലേ സ്റ്റേബിൾ ആവാൻ പറ്റൂ. അപ്പൊ ബി ക്ലോറിൻ എന്ത് ചെയ്യും? ഒരു ഇലക്ട്രോണിനെ ഷെയർ ചെയ്ത് കൊടുക്കും. വിട്ടുകൊടുക്കില്ല, കംപ്ലീറ്റ് ആയിട്ട് വിട്ടുകൊടുക്കില്ല. എന്ത് ചെയ്യും? പകരം അയാൾക്ക് മ്യൂച്വലി അവരൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തിയിട്ട് ഷെയർ ചെയ്യും. ഷെയർ ചെയ്യുമ്പോൾ ഈ എ എന്ന് പറയുന്ന ക്ലോറിൻ എന്തായി? സ്റ്റേബിൾ ആയി. ഇനി ബി ക്ലോറിൻ സ്റ്റേബിൾ ആവണമെങ്കിൽ എയിൽ നിന്നും എന്ത് ചെയ്യും? ആ ക്ലോറിൻ എന്ത് ചെയ്യും? തന്റെ ഒരു ഇലക്ട്രോണിനെ ഷെയർ ചെയ്ത് കൊടുക്കും. അങ്ങനെ ഷെയർ ചെയ്ത് കൊടുക്കുന്ന എന്ത് ബോണ്ടാണ്? നമ്മുടെ കോവാലന്റ് ബോണ്ടാണ്. കോവാലന്റ് ബോണ്ടാണ് ഈ ക്ലോറിൻ Cl2 എന്ന് പറയുന്നത്. ക്ലോറിൻ ആറ്റങ്ങളുടെ ഇടയിൽ ഉണ്ടാവുന്ന ബോണ്ട് എന്താണ്? കോവാലന്റ് ബോണ്ട്. അവിടെ ട്രാൻസ്ഫർ എല്ലാം നടക്കുന്ന ഇലക്ട്രോൺ എന്ത് ചെയ്യും? മ്യൂച്വലി അവർ ഷെയർ ചെയ്യും. അതാണ് ഷെയറിങ്, ബൈ ഷെയറിങ് ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് കോവാലന്റ് ബോണ്ട്. എക്സാമ്പിൾ വെച്ചിട്ട് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോയാലോ? അടുത്ത ടോപ്പിക് എന്താണ്? കെമിക്കൽ ബോണ്ടിന്റെ കേസാണ് നമ്മൾ പറഞ്ഞത്. മെയിൻ ആയിട്ട് നമുക്ക് നോക്കേണ്ട കെമിക്കൽ ബോണ്ട് ഏതൊക്കെയാണ്? അയോണിക് ബോണ്ടും അതേപോലെ കോവാലന്റ് ബോണ്ടും ആണ് നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കേണ്ടത്. അതേപോലെ മെറ്റാലിക് ബോണ്ടും ഉണ്ട്. അതിന് നമ്മൾ ഏതൊക്കെ എക്സാമ്പിൾ ആയിട്ട് വരുന്നത്? നമ്മുടെ അയണ്, കോപ്പർ, ഇതൊക്കെ നമ്മുടെ ആർക്കാണ് വരുന്നത്? മെറ്റാലിക് ബോണ്ടിനാണ് എക്സാമ്പിൾ ആയിട്ട്. നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ട ആരെയാണ്? അയോണിക് ബോണ്ടും അതേപോലെ NaCl വെച്ച് കുറച്ച് മുന്നേ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ വെച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. NaClഉം H2O2 അതേപോലെ Cl2ന്റെ കേസും നമ്മുടെ കോവാലന്റ് ബോണ്ടിന്റെ കേസിൽ വരും. അപ്പൊ നമുക്ക് ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. അപ്പൊ നമ്മള് കെമിക്കൽ ബോണ്ട് എന്താണെന്ന് പറഞ്ഞു, അതേപോലെ തന്നെ അതിന്റെ ഡിഫറെന്റ് ടൈപ്സ് നമ്മൾ പറഞ്ഞു. അയോണിക് ബോണ്ട് എന്താന്ന് പറഞ്ഞു, കോവാലന്റ് ബോണ്ട് എന്താന്ന് പറഞ്ഞു. അപ്പൊ നോക്കിക്കേ, ഇനി അടുത്തതായിട്ടുള്ളതാണ് നമ്മുടെ ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ അല്ലെങ്കിൽ ലൂയിസ് സിംബൽ എന്ന് പറയാം. ലൂയിസ് സിംബൽ അല്ലെങ്കിൽ ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ. അതായത് നമ്മുടെ ലൂയിസ് എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് എന്ത് ചെയ്തു? നമ്മുടെ ഇലക്ട്രോൺസിനെ ഒന്ന് ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ ആയിട്ട് പറഞ്ഞു. അതായത് അദ്ദേഹം എന്ത് ചെയ്തു? ലിഥിയം, ബെർലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോൺ, ഇങ്ങനെയുള്ള എലമെന്റ്സിനെ, ഒരു സെറ്റ് ഓഫ് എലമെന്റ്സിനെ എടുത്തു. ഈ സെറ്റ് ഓഫ് എലമെന്റ്സിനെ എടുത്തപ്പം ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്കറിയാം. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ വന്നു? ലിഥിയം ആണെങ്കിൽ 2,1 വന്നു, ബെർലിയം ആണെങ്കിൽ 2,2 വന്നു, ബോറോൺ ആണെങ്കിൽ 2,3 വരും, കാർബൺ ആണെങ്കിൽ 2,4 വരും, നിയോൺ ആണെങ്കിൽ 2,5 വരും, ഓക്സിജൻ ആണെങ്കിൽ 2,6 വരും, ഫ്ലൂറിൻ ആണെങ്കിൽ 2,7 വരും, നിയോൺ ആണെങ്കിൽ എത്ര? നൈട്രജൻ ആണെങ്കിൽ 2,5 വരും, നിയോൺ ആണെങ്കിൽ 2,8 വരും അല്ലേ? നിയോൺ എന്ന് പറയുന്നത് 10 ആണ്. അപ്പൊ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ 2,8, ഫ്ലൂറിൻ ആണെങ്കിൽ 2,7, 9 ആയിരിക്കും അറ്റോമിക് നമ്പർ വരുന്നത്. ഓക്സിജൻ 8 ആണ് അറ്റോമിക് നമ്പർ വരുന്നത്, 2,6. നൈട്രജൻ എത്രയാണ്? 7 ആണ് വരിക, 2,5. കാർബൺ എത്ര? 6 ആണ്, 2,4. ബോറോൺ എന്ന് പറയുന്നത് 5, 2,3. ബെർലിയം 4, 2,2. ആൻഡ് നിയോൺ 3, 2,1 എന്ന് പറയും. ഇതാണ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. ഇത് നമുക്കറിയാം. ഇനി നോക്കിക്കേ, ഈ ലാസ്റ്റ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലും സബ് ഷെല്ലിനകത്തുള്ള ഇലക്ട്രോൺസിനെയാണ് എന്ത് ചെയ്യുന്നത്? ലൂയിസ് എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് സിമ്പലിലൂടെ ഡോട്ട് ആയിട്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. നോക്കിക്കേ, ഈ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺ എന്താണ്? നമ്മുടെ വാലൻസി ഇലക്ട്രോൺ ആണ്. ഈ വാലൻസി ഇലക്ട്രോൺ ആണ് ഇദ്ദേഹം എന്ത് ചെയ്തത്? ആ സിമ്പലിന്റെ കൂടെ ഡോട്ട് ചെയ്ത് റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ ലിഥിയം ആണെങ്കിൽ ലാസ്റ്റ് വരുന്ന ആൾ എത്രയാണ്? നമ്മുടെ 1 ആണ്. നമുക്ക് എന്താണ് വരിക? 1 ആണ് വരിക. അപ്പൊ എങ്ങനെ ചെയ്തു? ഒരു ഡോട്ട് ഇട്ടു. ഇവിടെ മുകളിൽ തന്നെ ഡോട്ട് ഇടണം എന്നില്ല. സൈഡിലോ അല്ലെങ്കിൽ ഈ സൈഡിലോ അല്ലെങ്കിൽ ഡൗണിലോ എവിടെ വേണമെങ്കിലും ഇടാം. ഇനി നോക്കിക്കേ, ബെർലിയം ആണെങ്കിലോ, ബെർലിയം ആണെങ്കിൽ 2 ഡോട്ടാണ് ഇടേണ്ടത്. 2 ഡോട്ട് എന്ന് പറയുമ്പോ ഒന്ന് ഞാൻ ഇവിടെയും കൊടുത്തു, ഒന്ന് ഞാൻ റൈറ്റ് സൈഡിലും കൊടുത്തു, ഒന്ന് ലെഫ്റ്റ് സൈഡിലും കൊടുത്തു. ഇനി നമ്മുടെ ബോറോൺ ആണ്. ബോറോൺ 3 ആണ് വരിക. ബോറോൺ എത്ര വരിക? 3 ആണ്. അപ്പൊ നോക്കിക്കേ, ഒന്ന് ഞാൻ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തു, ഒന്ന് റൈറ്റ് സൈഡിൽ കൊടുത്തു, ഒന്ന് ടോപ്പിലും കൊടുത്തു. എനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ ചെയ്തു. ഇനി നോക്കിക്കേ, ഇനി നമുക്ക് ആരാണ്? കാർബൺ ആണ്. കാർബൺ വരുമ്പോ എത്രയാണ് വരിക? 4 ആണ് വരിക. അപ്പൊ ഞാൻ
രണ്ടാൾക്കാരെ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തു, രണ്ടാൾക്കാരെ ഞാൻ എന്ത് ചെയ്തു, റൈറ്റ് സൈഡിലും കൊടുത്തു. ഇനി നമ്മുടെ എന്താണ്, നൈട്രജൻ ആണ്. നോക്കിക്കേ, നൈട്രജൻ വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു, 5 മുകളിൽ ഒരാളെ കൊടുത്തു, ലെഫ്റ്റ് സൈഡിൽ ഒരാളെ കൊടുത്തു, ഒരാളെ റൈറ്റ് സൈഡിൽ കൊടുത്തു, ഒരാളെ കൊടുത്തു. അപ്പൊ 1 2 3 4, മുകളിൽ ഒരാളെയും കൂടെ കൊടുത്തു, 5 ആക്കി. ഇനി നോക്കിക്കേ, ഓക്സിജൻ ആണ് വരിക. ഓക്സിജൻ എന്ന് പറയുമ്പോൾ 6 വരിക. ഞാൻ എന്ത് ചെയ്തു, രണ്ടാൾക്കാരെ ഇവിടെ സൈഡിൽ കൊടുത്തു, ലെഫ്റ്റ് സൈഡിൽ കൊടുത്തു, റൈറ്റ് സൈഡിൽ കൊടുത്തു, ലെഫ്റ്റ് സൈഡിൽ കൊടുത്തു. എന്താ 1 2 3 4 5 6 കൊടുത്തു. ഇനി നോക്കിക്കേ, ഫ്ലൂറിൻ ആണ്. ഫ്ലൂറിൻ എത്ര പേരാണ്, 7 പേരാണ് വരേണ്ടത്. അപ്പൊ 1 2 3 4 5 6 7. ദാ താഴെ ഒരാളെ കൊടുത്തു, റൈറ്റ് സൈഡിൽ 2 പേരെ കൊടുത്തു, ലെഫ്റ്റ് സൈഡിൽ 2 പേരെ കൊടുത്തു, ടോപ്പിൽ 2 പേരെ കൊടുത്തു. ഇനി നമുക്ക് നിയോൺ ആണുള്ളത്. ആരാണ്, നിയോൺ. നിയോൺ എന്ന് പറയുമ്പോൾ എത്ര വരുന്നത്, 8 വരിക. അപ്പൊ ഇതാ 1 2 3 4 5 6 7 8. ചുറ്റും ഞാൻ എന്ത് ചെയ്തു, 2 പേരെ വെച്ച് കൊടുത്തു, അപ്പിലും ഡൗണിലും റൈറ്റിലും ലെഫ്റ്റിലും. ഇങ്ങനെയാണ്, ഇത് ആണ് എന്ത്, ഇങ്ങനെ നമ്മളെ എലമെന്റ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് നമ്മുടെ ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ അല്ലെങ്കിൽ ലൂയിസ് സിംബൽ എന്ന് പറയാം. ലൂയിസ് സിംബൽ എന്ന് പറയാൻ ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിനകത്തുള്ള ഇലക്ട്രോൺ എത്ര ആണോ ആ ഇലക്ട്രോണെ, അതായത് നമ്മുടെ ഇലക്ട്രോണെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഡോട്ടഡ് ആയിട്ടായിരിക്കും. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് പറയാൻ പറ്റും, എലമെന്റ്സിൽ നിന്നും വാലൻസി പറയാൻ പറ്റും. നോക്കിക്കേ, ലിഥിയം മുതൽ കാർബൺ വരെയുള്ള ആറ്റങ്ങളുടെ വാലൻസി എന്ന് പറയുന്നത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിനകത്ത് എത്ര ഇലക്ട്രോൺ ആണോ ആ ഇലക്ട്രോൺ തന്നെയാണ് നമ്മുടെ എന്ത്, വാലൻസി എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ നൈട്രജൻ മുതല് നോക്കിക്കേ, നമ്മുടെ നൈട്രജൻ മുതല് അങ്ങോട്ടുള്ള എല്ലാ എലമെന്റ്സിന്റെ വാലൻസി എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക, 8 മൈനസ് ആ വാലൻസി ഇലക്ട്രോൺ ഈക്വൽ കിട്ടുന്ന സംഖ്യ എത്രയാണോ നമ്പർ, ആ നമ്പർ ആണ് ആ എലമെന്റിന്റെ വാലൻസി എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ നോക്കിക്കേ, നൈട്രജൻ ആണ് എടുക്കുക, 8 മൈനസ് ചുറ്റും എത്ര, നൈട്രജന് ചുറ്റും എത്ര ഡോട്ടുകൾ ഉണ്ട്, 1 2 3 4 5 5 ഉണ്ട്. അപ്പൊ 5 മൈനസ് 8 മൈനസ് 5 വരുമ്പോൾ 3 ആണ് നൈട്രജന്റെ വാലൻസി വരുന്നത്. നൈട്രജന്റെ വാലൻസി എന്ന് പറയുന്നത് 3 ആയിരിക്കും. ഓക്സിജൻ എത്ര വരും, ഓക്സിജന്റെ കേസ് ആണ് പറയുന്നത്. 8 മൈനസ് നോക്കിക്കേ, 1 2 3 4 5 6 വരും. അപ്പൊ 8 മൈനസ് 6 എന്ന് പറയുമ്പോ എത്രയാണ് വരിക, 2. ഇനി നോക്കിക്കേ, ഫ്ലൂറിൻ ആണ് വരിക. ഫ്ലൂറിൻ എന്ന് പറയുമ്പോൾ 8 മൈനസ് 7 ആണ് വരിക. 1 2 3 4 5 6 7. അപ്പൊ എത്ര വന്നു, വാലൻസി 1 ആണ്. നമ്മുടെ നിയോണിന്റെ കേസിൽ നോക്കിക്കേ, നിയോൺ എന്ന് പറയുന്നത് എത്രയാണ്, 8 മൈനസ് 8 ആണ് വരിക. അപ്പൊ അവിടെ എന്താണ്, 0 ആണ് വാലൻസി എന്ന് പറയുന്നത്. വാലൻസി എന്ന് പറയുന്നത് നിയോണിന്റെ കേസിൽ 0 വരും. കാരണം എന്താ, 8 മൈനസ് ചുറ്റും എത്രയാണ്, 8 ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ലൂയിസ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് പറഞ്ഞു, നിയോൺ എന്താണ്, ഒപ്റ്റിറ്റ് റൂൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. എന്താണ് ഒപ്റ്റിറ്റ് റൂൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 8 ഇലക്ട്രോൺസ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഉണ്ടെങ്കിൽ ഒരു കെമിക്കൽ റിയാക്ഷനിൽ അവർക്ക് പങ്കെടുക്കാം. 8 താഴെയാണെങ്കിൽ അവർക്ക് എന്താണ്, ഒരു കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ ഒപ്റ്റിറ്റ് റൂൾ കംപ്ലീറ്റ് ആക്കണം, സ്റ്റേബിൾ ആവണം. അപ്പൊ നോക്കിക്കേ, ലിഥിയം ബെർലിയം ബോറോൺ കാർബൺ ആണെങ്കിൽ വാലൻസി എത്ര വരും, 4 വരും. ബോറോൺ ആണെങ്കിൽ കാർബൺ വാലൻസി 3 ആണ് വരിക. ബെർലിയം ആണെങ്കിൽ വാലൻസി 2 വരും. ലിഥിയം ആണെങ്കിൽ വാലൻസി 1 വരും. അപ്പൊ ഇങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ അല്ലെങ്കിൽ ലൂയിസ് സിംബൽ എന്ന് പറയുന്നത്. അപ്പൊ നോക്കിക്കേ, ലൂയിസ് സിംബൽ ഷോസ് ആൻ ആറ്റം വാലൻസി ഇലക്ട്രോൺ, അതായത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിനകത്ത് എത്ര ഇലക്ട്രോൺസിനെയാണോ കാണിക്കുന്നത് അതാണ് നമ്മുടെ വാലൻസി ഇലക്ട്രോൺ എന്ന് പറയുന്നത്. ഈ വാലൻസി ഇലക്ട്രോൺ നമുക്ക് മനസ്സിലാവും. അതേപോലെ തന്നെ ഈ വാലൻസി ഇലക്ട്രോണിനെ നമ്മൾ എന്ത് ചെയ്യും, ഡോട്ടഡ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യും. ഇതിനെയാണ് നമ്മളെ ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ അല്ലെങ്കിൽ ലൂയിസ് സിംബൽ എന്ന് പറയുന്നത്. അപ്പൊ നോക്കിക്കാലോ, നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. The significance of Lewis structure. Lewis structure എന്തിന്റെ സിഗ്നിഫിക്കൻസ് ആണ്, നമ്മൾ ഗ്രൂപ്പ് വാലൻസി, ഒരു എലമെന്റിന്റെ ഗ്രൂപ്പ് വാലൻസി നമുക്ക് എന്ത് ചെയ്യാം, പറയാൻ പറ്റും. ഗ്രൂപ്പ് വാലൻസി എന്ന് പറയുന്നതാണ് ഒരു എലമെന്റിന്റെ ഗ്രൂപ്പ് വാലൻസി നമുക്ക് എന്ത് ചെയ്യും, കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും ഗ്രൂപ്പ് വാലൻസി, ഗ്രൂപ്പ് വാലൻസി മീൻസ് the valency in the number of electrons atom can lose or gain or share to form a chemical bonds
ആൻഡ് ബിക്കമിങ് സ്റ്റേബിൾ. അതായത് ഗ്രൂപ്പ് വാലൻസി എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, നമുക്ക് ആറ്റങ്ങൾക്ക് എന്ത് ചെയ്യും, ഒന്നീ ലൂസ് ചെയ്യണം അല്ലെ. നമ്മൾ NaClന്റെ കേസ് പറഞ്ഞിരുന്നു, ഒന്നീ സോഡിയത്തിന് എന്ത് ചെയ്യണം, ഒരു ഇലക്ട്രോണിനെ ലൂസ് ചെയ്യണം, അല്ലെങ്കിൽ ക്ലോറിൻ ഒരാളെ കിട്ടണം, അല്ലെങ്കിൽ എന്താണ് ക്ലോറിൻ ആറ്റം വരുമ്പോൾ, അല്ലെങ്കിൽ ഹൈഡ്രജൻ ആറ്റം വരുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഷെയർ ചെയ്യണം ഇലക്ട്രോൺസിനെ. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അവിടെ നമ്പർ ഓഫ് ഇലക്ട്രോൺസിനെയാണ് നമ്മൾ പറയുന്നത് എന്ത്, ഗ്രൂപ്പ് വാലൻസി എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺസിനെയാണ്. ഒരു കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കാൻ ഇത്രയും കൂടെ നമുക്ക് വേണം. ഇത്രയാണ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിനകത്തുള്ളത്. അതിനെയാണ് നമ്മൾ വാലൻസി ഇലക്ട്രോൺ എന്ന് പറയുന്നത്. അപ്പൊ വാലൻസി എന്ന് പറഞ്ഞു, ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഗ്രൂപ്പ് വാലൻസി എന്ന് പറയുന്നത്. ഗ്രൂപ്പ് വാലൻസി എന്ന് പറയുന്നത് എന്തിനാണ്, വാലൻസി, ഒരു എലമെന്റിന്റെ വാലൻസിനെയാണ് നമ്മൾ ഗ്രൂപ്പ് വാലൻസി എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ അല്ലെങ്കിൽ ലൂയിസ് സിംബൽസിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് അതായിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ഇപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞു, ഒരു കെമിക്കൽ ബോണ്ട് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, അതിലെ കെമിക്കൽ ബോണ്ട് എത്ര ടൈപ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞതാണ് ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ. ഇനി നോക്കിക്കേ, ഒപ്റ്റിറ്റ് റൂൾ, അതായത് ലൂയിസും ഗോസ്സലും എന്ന് പറഞ്ഞ സയന്റിസ്റ്റുകൾ കണ്ടുപിടിച്ച ഒരു ലോയാണ് ഒപ്റ്റിറ്റ് റൂൾ എന്ന് പറയുന്നത്. അതായത് ഒരു കെമിക്കൽ റിയാക്ഷന് എലമെന്റ്സ് പങ്കെടുക്കണം എന്നുണ്ടെങ്കിൽ ആ എലമെന്റ്സിന് എന്ത് വേണം, സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഇലക്ട്രോണിക് കോൺഫിഗേഷൻ വേണം. ഈ സ്റ്റേബിൾ ആയിട്ടുള്ള ഇലക്ട്രോൺ കോൺഫിഗേഷൻ എന്ന് പറയുന്നത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിനകത്ത് എത്ര വേണം, 8 ഇലക്ട്രോൺസിനെങ്കിലും വേണം. അതിനെയാണ് നമ്മൾ ഒപ്റ്റിറ്റ് റൂൾ എന്ന് പറഞ്ഞത്. ഒപ്റ്റ മീൻസ് എന്താണ്, 8 ആണെന്ന് നമുക്കറിയാം. അപ്പൊ ഒപ്റ്റിറ്റ് റൂൾ എന്താണ്, 8 ഇലക്ട്രോൺസിന് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഉള്ളതിനെയാണ് നമ്മൾ ഒപ്റ്റിറ്റ് റൂൾ എന്ന് പറയുന്നത്. അത് കൊണ്ടുവന്ന സയന്റിസ്റ്റ് ആരാണ്, ലൂയിസും ഗോസ്സലും എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ്. അപ്പൊ നോക്കിക്കേ, ഒപ്റ്റിറ്റ് റൂൾ എന്താണ്, ആറ്റംസ് ടെൻഡ് ടു ഗെയിൻ ഓർ ലൂസ് ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ ഓർഡർ ടു ഹാവ് 8 ഇലക്ട്രോൺസ്. 8 ഇലക്ട്രോൺസിന് എവിടെ, ഇൻ ദെയർ ഔട്ടർ മോസ്റ്റ് ഷെല്ല്, അതായത് വാലൻസി ഷെല്ല്. നമ്മൾ ഒരു ഇത് എടുക്കുന്ന സമയത്ത് ഇപ്പം നമ്മൾ പറഞ്ഞു ബെർലിയം എടുക്കുകയാണ്, അല്ലെങ്കിൽ ബെർലിയം എടുക്കുമ്പോൾ 2 ആണ് ഇലക്ട്രോണിക് കോൺഫിഗേഷൻ എന്ന് പറയുന്നത്. ഈ ഇലക്ട്രോണിക് കോൺഫിഗേഷനിൽ എന്ന് പറയുമ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എന്താ ഉള്ളൂ, 2 ഉള്ളൂ. അപ്പൊ വാലൻസി എന്ന് പറയുന്നത് 2 അറിയാം. അപ്പൊ ബെർലിയം സ്റ്റേബിൾ ആക്കാൻ എടുക്കുന്ന ഔട്ടർ മോസ്റ്റ് ഷെല്ലിനകത്ത് എത്ര ഇലക്ട്രോൺസ് വേണം, 8 ഇലക്ട്രോൺസ് വേണം. വേറെ എക്സാമ്പിൾ നമ്മൾ പറയാം, നമ്മുടെ ഇത് വരുന്നു, ഓക്സിജൻ വരുന്നു, 2,6 ആണ് നമുക്ക് വരുന്ന ഇലക്ട്രോണിക് കോൺഫിഗേഷൻ എന്ന് പറയുന്നത്. 6 ആണ് ഔട്ടർ മോസ്റ്റ് ഷെല്ലില്. 2 ഇലക്ട്രോണും കൂടെ കിട്ടിയാലല്ലേ നമ്മുടെ ഓക്സിജന് സ്റ്റേബിൾ ആവാൻ പറ്റൂ, ഒപ്റ്റിറ്റ് റൂള് കംപ്ലീറ്റ് ആക്കാൻ പറ്റൂ. ഇങ്ങനെയുള്ള ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഒന്നേ നമുക്കത് ഗെയിൻ ചെയ്യാം, ഓക്സിജന് ഗെയിൻ ചെയ്യണം, ഒരു ഇലക്ട്രോണെ കൂടെ കിട്ടണം, എങ്കിൽ മാത്രമേ സ്റ്റേബിൾ ആവാൻ പറ്റൂ. ചില ഇലക്ട്രോൺസിന് എന്താണ്, ഓൾറെഡി സ്റ്റേബിൾ ആണ്, ഒരു ഇലക്ട്രോണെ ലൂസ് ചെയ്യണം. ഇപ്പൊ നമ്മൾ സോഡിയത്തിന്റെ കേസ് പറഞ്ഞു അല്ലെ, അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യണം, ഒരു ഇലക്ട്രോണെ ലൂസ് ചെയ്യണം. അതുകൊണ്ടാണ് ഗെയിൻ ഓർ ലൂസ്. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, നമ്മുടെ Cl2 എന്ന് പറയുന്ന, H2 എന്ന് പറയുന്ന ഹൈഡ്രജൻ ആറ്റം, ക്ലോറിൻ ആറ്റം, ഓക്സിജൻ ആറ്റം, അങ്ങനത്തെ കേസിലൊക്കെ എന്ത് ചെയ്യും, ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ് ആയിരിക്കും. ഇങ്ങനെ വന്നാലും ഔട്ടർ മോസ്റ്റ് ഷെല്ലിനകത്ത് 8 ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു സ്റ്റേബിൾ ആയിട്ടുള്ള ഇലക്ട്രോൺ കോൺഫിഗേഷൻ ഉള്ളൂ. ഇതിനെയാണ് നമ്മുടെ ഒപ്റ്റിറ്റ് റൂൾ എന്ന് പറയുന്നത്. ഒപ്റ്റിറ്റ് റൂൾ എന്ന് പറയുന്നത് എന്താണ്, ഔട്ടർ മോസ്റ്റ് ഷെല്ലിനകത്ത് അല്ലെങ്കിൽ വാലൻസി ഷെല്ലിനകത്ത് എന്തുണ്ടാവണം, 8 ഇലക്ട്രോൺസ് ഉണ്ടാകണം. അപ്പൊ നോക്കി, അയോണിക് ബോണ്ട് അല്ലെങ്കിൽ ഇലക്ട്രോ വാലന്റ് ബോണ്ടിന്റെ കേസാണ് പറഞ്ഞത്. അതെങ്ങനെയാണ്, കംപ്ലീറ്റ്ലി ട്രാൻസ്ഫർ, ഒരു ആറ്റത്തിൽ നിന്ന് വേറെ ആറ്റത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, ഇലക്ട്രോണെ ട്രാൻസ്ഫർ ചെയ്യും. NaCl നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇനി നമ്മൾ പറയുന്നത് CaF2 ആണ്. എന്താണ്, CaF2. അപ്പൊ നോക്കിക്കേ, കാൽഷ്യം എന്ന് പറയുമ്പോൾ 20 ആണ് അറ്റോമിക് നമ്പർ. അപ്പൊ 288 ആണ് വരിക. അപ്പൊ ഇവിടുന്ന് 2 ഇലക്ട്രോൺ എന്ത് ചെയ്യണം, കാൽസ്യത്തിന് റിമൂവ് ചെയ്യണം. ഇനി ഫ്ലൂറിന്റെ കേസ് വരുമ്പോൾ 9 ആണ്. അപ്പൊ 27 എന്ന് വരും, 27. അപ്പൊ നോക്കിക്കേ, ഇവിടെ ആ ഒറ്റ റൂള് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ഒരു ഇലക്ട്രോണും കൂടെ കിട്ടണം. അപ്പൊ F2 ആണ്. അപ്പൊ 2 ഫ്ലൂറിൻ ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യണം, 2 വരും. ഇവിടെ വരുന്ന റിയാക്ഷൻ ഇങ്ങനെ, കാൽഷ്യത്തിന്റെ കേസിൽ കാൽഷ്യം ഗീവ്സ് Ca+ ആണെങ്കിൽ എന്ത് ചെയ്യണം, 2 ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യണം. ഇവിടെ Ca+ ആണെങ്കിൽ 2 ഇലക്ട്രോൺ. ഇനി ഫ്ലൂറിന്റെ കേസ് 2F ആണ്. 2 ഫ്ലൂറിൻ വരുന്നുണ്ട്, 2 ഇലക്ട്രോണെ വാങ്ങിക്കുന്നുണ്ട്. ഒരു ഫ്ലൂറിൻ ഓരോ ഇലക്ട്രോണെ വെച്ച് 2 ഫ്ലൂറിൻ. അപ്പൊ എന്തായി, നമുക്കിവിടെ F- ആയി, 2F- ആയില്ലേ. ഇലക്ട്രോണെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ മൈനസ് സൈൻ അല്ലേ കൊടുക്കാം.
ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ പ്ലസ്. ഇതാണ് നമ്മുടെ അയോണിക് ബോണ്ട് അല്ലെങ്കിൽ ഇലക്ട്രോ വാലന്റ് ബോണ്ടിനകത്ത് നടക്കുന്ന റിയാക്ഷൻ. അപ്പൊ നോക്കിക്കേ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണ്? നമ്മുടെ കോവാലന്റ് ബോണ്ടാണ്. ഇതിനു മുന്നേ നമ്മൾ പറയാൻ പോകുന്നത് ഈ അയോണിക് ബോണ്ടിന്റെ കേസ് നമ്മൾ പറഞ്ഞു. ഈ അയോണിക് ബോണ്ട് നടക്കണമെങ്കിൽ കുറച്ച് ഫേവറേറ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ട്. എന്താണ് ഫാക്ടേഴ്സ്? നമ്മുടെ അയോണിക് ബോണ്ടിൽ നമുക്ക് അയോൺസിനെ എന്ത് ചെയ്യണം? അയണൈസേഷൻ എൻതാൽപ്പി ലോ ആയിരിക്കണം. ഫസ്റ്റ് പോയിന്റ് ആണ് അയണൈസേഷൻ. ഇത് ഇമ്പോർട്ടന്റ് ആണ്, എപ്പോഴും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. അയോണിക് ബോണ്ട് ഉണ്ടാവാൻ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ആവശ്യം? അതിലെ ഫസ്റ്റ് പോയിന്റ് ആണ് നമ്മുടെ അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത് ലോ ആയിരിക്കണം. അയണൈസേഷൻ എൻതാൽപ്പി എന്താണ്? നമുക്ക് ഒരു ആറ്റത്തിൽ നിന്നും ഒരു ഇലക്ട്രോണിനെ ഈസിലി റിമൂവ് ചെയ്യാൻ പറ്റണം. ഇപ്പൊ കുറച്ച് മുന്നേ നമ്മൾ പറഞ്ഞ കാൽഷ്യം 20 ആണ് അറ്റോമിക് നമ്പർ വരിക. അപ്പൊ ഇങ്ങനെ എഴുതും 2882 ആണ് നമ്മൾ എഴുതുക. ഈ ഇതിൽ നിന്ന് 2 ഇലക്ട്രോൺ എന്ത് ചെയ്തു? ഈസിലി കാൽഷ്യത്തിന് റിമൂവ് ചെയ്യാൻ പറ്റണം. അപ്പൊ അവിടെ എടുക്കുന്ന എനർജി എന്ന് പറയുന്നത് വളരെ ലോ ആയിരിക്കണം. അതുകൊണ്ടാണ് നമ്മുടെ ലോവർ അയോണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഡെൽറ്റ ഐ എച്ച് ആണ്. ഡെൽറ്റ ഐ എസ് എന്ന് പറയുന്നത് അയണൈസേഷൻ എൻതാൽപ്പി ആണ്. അതെന്തായിരിക്കണം? കുറവായിരിക്കണം. ഇനി നോക്കിക്കേ, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഹൈ ആയിരിക്കണം. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ 2 CaF2ന്റെ F2 കേസിലാണ് പറയുന്നത്. കോമ്പൗണ്ടിന്റെ പേരെന്താണ്? CaF2. അപ്പൊ ക്ലോറിൻ, 2 ക്ലോറിൻ എന്ത് ചെയ്യണം? ഇലക്ട്രോണെ വാങ്ങിക്കുന്ന എനർജി കൂടുതലായിരിക്കണം. അതിനെയാണ് നമ്മൾ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറയുന്നത്. ഡെൽറ്റ EgH. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്തായിരിക്കണം? ഹൈ ആയിരിക്കണം. അങ്ങനെയാണ് നമ്മുടെ CaF2 ഉണ്ടായി. എന്തുണ്ടായി? നമ്മുടെ CaF2 ഉണ്ടായി. ഇലക്ട്രോൺ, നമ്മുടെ ഫ്ലൂറിൻ ഇലക്ട്രോണെ വാങ്ങിച്ചു. 2 ഫ്ലൂറിനും ഓരോ ഇലക്ട്രോണെ വെച്ച് വാങ്ങിച്ചു. അപ്പൊ അവിടെ ഉണ്ടാവുന്ന ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്തായിരിക്കണം? ഹൈ ആയിരിക്കണം. ഇനി എന്താണ്? ലാറ്റിസ് എൻതാൽപ്പിയും ഹൈ ആയിരിക്കണം. അതായത് ഈ CaF2 എന്ന് പറയുന്ന ബോണ്ട് കോമ്പൗണ്ട് ഉണ്ടായി. ഈ കോമ്പൗണ്ടിന്റെ ലാറ്റിസ് എൻതാൽപ്പി എന്തായിരിക്കണം? ഹൈ ഉണ്ടായിരിക്കണം. അല്ലാതെ ഇവര് തമ്മിൽ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാൻ പാടില്ല. ഇവര് തമ്മിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ എന്തുണ്ടാവത്തുള്ളൂ? ലാറ്റിസ് എൻതാൽപ്പി ഹൈ ആയിരിക്കത്തുള്ളൂ. അപ്പൊ എന്തൊക്കെയാണ്? ഇലക്ട്രോൺ എൻതാൽപ്പി, അയണൈസേഷൻ എൻതാൽപ്പി എന്തായിരിക്കണം? ലോ ആയിരിക്കണം. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഹൈ ആയിരിക്കണം. അതേപോലെ തന്നെ നമ്മുടെ ലാറ്റിസ് എൻതാൽപ്പിയും എന്തായിരിക്കണം? ഹൈ ആയിരിക്കണം. അപ്പൊ ഇങ്ങനെ ഓർത്താൽ മതി, 2 ആൾക്കാരെ ഹൈ ആണെങ്കിൽ ഒരാൾ ലോ ആണ്. അയണൈസേഷൻ എൻതാൽപ്പി ലോ ആണെങ്കിൽ ലാറ്റിസ് എൻതാൽപ്പിയും അതേപോലെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയും ഹൈ ആയിരിക്കും. ഇതാണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് നമ്മുടെ അയണൈസേഷൻ എൻതാൽപ്പി അല്ലെങ്കിൽ അയോണിക് ബോണ്ടിന്റെ കേസിൽ നമ്മൾ പറയുന്നത്. ഇനി നോക്കിക്കേ, കോവാലന്റ് ബോണ്ട്. അപ്പൊ ഇത്രയും നേരം നമ്മൾ ടൈപ്പ് ഓഫ് കോവാലന്റ് കെമിക്കൽ ബോണ്ടിനെ കുറിച്ചാണ് പറഞ്ഞത്. അതിന്റെ ഇടയ്ക്ക് ലൂയിസ് ഡോട്ടും പറഞ്ഞു. ഇനി കോവാലന്റ് ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ് ആണ്. മറ്റേത് അയോണിക് ബോണ്ട് എന്ന് പറയുമ്പോൾ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ ആണ്. ഇത് ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ്. 2 ആറ്റങ്ങളുടെ കേസ് നമ്മൾ എന്ത് ചെയ്തു? Cl2ന്റെ കേസ് പറഞ്ഞതാണ്. അതേപോലെ നമുക്ക് പറയാൻ പറ്റുന്നതാണ് O2. O2 എന്ന് പറയുമ്പോൾ എന്താണ്? 26 അല്ലേ വരിക? 8 ആണ് ഒരു ആറ്റത്തിന്. ഓക്സിജന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 8 ആണ്. 26 ആണ് വരിക. അപ്പൊ 26 എന്ന് പറയുമ്പോൾ ഒപ്റ്റിറ്റ് റൂൾ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഓക്സിജന് ആരെ വേണം? 6 ഉള്ളൂ. 2 ഇലക്ട്രോൺസും കൂടെ വേണം. അപ്പൊ എന്ത് ചെയ്യും? ഒരു ഓക്സിജനിൽ നിന്നും ഈ ഓക്സിജൻ എന്ത് ചെയ്യും? 26 ആണ്. ഈ ഓക്സിജൻ എന്താണ്? 26 ആണ്. അപ്പൊ എങ്ങനെ വരും? ഒരു ഓക്സിജൻ 26 അല്ലേ? അപ്പൊ 1 1 2 3 4 5 6. ഇവിടെ 5 6 ഇടാം. 1 2 3 4 5 6. ഇനി ഇതാ വേറൊരു ഓക്സിജൻ 1 2 3 4 5 6. ഈ ഓക്സിജൻ എന്ത് ചെയ്തു? ഈ ഓക്സിജന്റെ 2 ഇലക്ട്രോണും കൂടെ വാങ്ങിച്ചു. അപ്പൊ എന്ത് ചെയ്തു? ഒപ്റ്റിറ്റ് റൂള് കംപ്ലീറ്റ് ചെയ്തു. നോക്കിക്കേ, 1 2 3 4 5 6 7 8. ഈ ഓക്സിജൻ 1 2 3 4 5 6 അല്ലേ ഉള്ളൂ. ഈ ഓക്സിജൻ എന്ത് ചെയ്തു? ഈ ഓക്സിജനിൽ നിന്നും ഒരു ഇലക്ട്രോണെ വാങ്ങിച്ചു, 2 ഇലക്ട്രോണെ വാങ്ങിച്ചു. ഈ ഇരിക്കുന്ന ഇലക്ട്രോൺ എന്ത് ചെയ്യും? ഇങ്ങോട്ട് വരുമ്പോൾ ഈ ഓക്സിജൻ ഒപ്റ്റിറ്റ് റൂള് കംപ്ലീറ്റ് ചെയ്തില്ലേ? അപ്പൊ നോക്കിക്കേ, ഇതാണ് നമ്മളുടെ കോവാലന്റ് ബോണ്ട് എന്ന് പറയുന്നത്. O2ന്റെ കേസിൽ ഇങ്ങനെ വരും. Cl2ന്റെ കേസും നമ്മൾ പറഞ്ഞതാണ്. അതേപോലെ H2ന്റെ കേസ്. ഇത്രയാണ് നമ്മുടെ എക്സാമ്പിൾസ് ഓഫ് കോവാലന്റ് ബോണ്ട് പറഞ്ഞത്. ഇനി കോവാലന്റ് ബോണ്ട് തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കിയാലോ?
ദാ സിംഗിൾ ബോണ്ട് ഉണ്ട്, ഡബിൾ ബോണ്ട് ഉണ്ട്, ട്രിപ്പിൾ ബോണ്ടും ഉണ്ട്. സിംഗിൾ ബോണ്ട് ഉണ്ട്, ഡബിൾ ബോണ്ട് ഉണ്ട്, ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്. അപ്പൊ സിംഗിൾ ബോണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ക്ലോറിൻ Cl2ന്റെ കേസ് തന്നെ എടുക്കാം. അപ്പൊ നോക്കിക്കേ, Cl2ന്റെ കേസ് വരുമ്പം Cl എന്ന് പറയുമ്പോൾ 17 ആണ്. അപ്പൊ എങ്ങനെ വരും? ദാ 2 10 18 1 287 അല്ലേ വരാ? അപ്പൊ 287 10 17. അപ്പൊ നോക്കിക്കേ, Cl 7 ആണല്ലോ വരിക. അപ്പൊ എന്ത് ചെയ്യും? 1 2 3 4 5 6 7. ഇനി അടുത്ത ക്ലോറിനെ നമ്മൾ വരയ്ക്കുന്നു. Cl 1 2 3 4 5 6 7. അപ്പൊ നോക്കിക്കേ, ഈ ക്ലോറിൻ എന്ത് ചെയ്യും? ഈ ഇലക്ട്രോണിനെയും കൂടെ വാങ്ങിക്കും. എന്നാൽ ഒപ്റ്റിറ്റ് റൂള് കംപ്ലീറ്റ് ആക്കാൻ പറ്റും. ഇപ്പൊ 1 2 3 4 5 6 7 8. ഇനി ഈ ക്ലോറിൻ ആണെങ്കിൽ 1 2 3 4 5 6 7 8 വേണം. അപ്പൊ എന്ത് ചെയ്യും? ഈ ആറ്റത്തെയും കൂടെ വാങ്ങിക്കും. ഇതാണ് ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ എങ്ങനെയാണ് സിംഗിൾ ബോണ്ട് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാ നോക്കിക്കേ, ഇവിടെ ഒരു പെയർ ഓഫ് ഇലക്ട്രോണെ മാത്രമാണ് ഇവർ ഷെയർ ചെയ്തിരിക്കുന്നത്. ഒരു പെയർ ഓഫ് ഇലക്ട്രോണെ മാത്രം ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം എന്തെന്ന്? സിംഗിൾ ബോണ്ട് എന്ന് പറയാം. സിംഗിൾ ബോണ്ട് എന്ന് പറയുമ്പോൾ ഒരു പെയർ ഓഫ് ഇലക്ട്രോണെ മാത്രം ഷെയർ ചെയ്തതാണ് നമ്മുടെ സിംഗിൾ ബോണ്ട്. നോക്കിക്കേ, ഇതാണ് നമ്മുടെ സിംഗിൾ ബോണ്ടിന്റെ എക്സാമ്പിൾ. ക്ലോറിൻ Cl2 ആറ്റത്തിന്റെ കേസാണ് നമ്മൾ പറയുന്നത്. ഇനി അടുത്തത് നമുക്ക് നോക്കിയാലോ, ഡബിൾ ബോണ്ടിനെ നോക്കാം. ഡബിൾ ബോണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ എടുക്കുന്നത് ഓക്സിജൻ തന്നെ എടുക്കാം. ഓക്സിജൻ O2 എടുത്തു. 8 ആണ് വരികയെന്നറിയാം. 8 ആണ് അറ്റോമിക് നമ്പർ. അപ്പൊ എങ്ങനെ വരും? 2 6 ആണ് വരിക. 2 6. അപ്പൊ ദാ ഓക്സിജൻ 1 2 3 4 5 6 ആണ്. ഇനി വേറൊരു ഓക്സിജൻ 1 2 3 4 5 6 ആണ്. ഇനി നോക്കിക്കേ, ഈ ഓക്സിജന് ഈ 2 ഇലക്ട്രോണും കൂടെ കിട്ടിയാൽ ഒപ്റ്റിറ്റ് റൂൾ കംപ്ലീറ്റ് ആക്കാൻ പറ്റും. ഈ ഓക്സിജന് ഈ 2 ഇലക്ട്രോണും കൂടെ കിട്ടിയാൽ ഒപ്റ്റിറ്റ് റൂൾ കംപ്ലീറ്റ് ആക്കാൻ പറ്റും. ഇവിടെ ഇലക്ട്രോൺ പെയർ എന്ന് പറയുന്നത് 2 പെയർ ഓഫ് ഇലക്ട്രോൺസിനെയാണ് ഷെയർ ചെയ്തിരിക്കുന്നത്. എത്ര പെയറിനെയാണ്? 1 2. ഇങ്ങനെയുള്ള ആറ്റത്തിനെയാണ് നമ്മൾ ഡബിൾ ബോണ്ട് എന്ന് പറയുന്നത്. 2 ലൈൻ, 2 സെറ്റ് ഓഫ് ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയുന്നതാണ് ഡബിൾ ബോണ്ട് എന്ന്. അപ്പൊ O2ന്റെ കേസിൽ ഡബിൾ ബോണ്ട് ആണ് വരിക. എന്താണ്? 2 പെയർ ഓഫ് ഇലക്ട്രോൺസിനെയാണ് ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പൊ നോക്കിക്കേ, ഇനിയുള്ളതാണ് നമ്മുടെ ട്രിപ്പിൾ ബോണ്ട് എന്ന് പറയുന്നത്. ഇനി എന്താ ട്രിപ്പിൾ ബോണ്ട്? അപ്പൊ നമുക്കത് നൈട്രജൻ വെച്ച് പറയാം. എന്താണ് നൈട്രജൻ? N2ന്റെ കേസിൽ വെച്ച് പറയാം. അപ്പൊ N2 എന്ന് പറയുമ്പോൾ എത്ര ആണ് വരിക? 7 ആണ് വരിക എന്ന് നമുക്കറിയാം. അപ്പം 2 5 ആണ് വരിക. 7 അല്ലേ? 2 5. ഇപ്പൊ നോക്കിക്കോ, ഒരു നൈട്രജൻ എടുത്തു. അപ്പൊ 5 ആണ് വരിക. അപ്പൊ 1 2 3 4 5 വന്നു. ഇനി നോക്കി, വേറെ ഹൈഡ്രജൻ 1 2 3 4 5 വന്നു. ഇനി നോക്കിക്കേ, ഈ നൈട്രജന് ഒപ്റ്റിറ്റ് റൂള് കംപ്ലീറ്റ് ആക്കണമെങ്കിൽ ഇവിടെ 5 ഉള്ളൂ. ഈ 3 ഇലക്ട്രോൺസും കൂടെ വേണം. അപ്പൊ ഈ 3 ഇലക്ട്രോൺസിനെയും കൂടെ എടുത്തു. ഈ നൈട്രജന് ഒപ്റ്റിറ്റ് റൂള് കംപ്ലീറ്റ് ആക്കണമെങ്കിൽ ഈ 3 ഇലക്ട്രോൺസും കൂടെ വേണം. അപ്പൊ ഇതിനെയാണ് നമ്മുടെ ട്രിപ്പിൾ ബോണ്ട് എന്ന് പറയുന്നത്. ട്രിപ്പിൾ ബോണ്ട് എങ്ങനെ വന്നു? പെയർ ഓഫ് 3 പെയർ ഓഫ് ഇലക്ട്രോൺസിനെ ആയിരിക്കും ഷെയർ ചെയ്തിട്ടുണ്ട്. 3 പെയർ ഓഫ് ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്തിട്ടാണ് നമ്മൾ ട്രിപ്പിൾ ബോണ്ട് എന്ന് പറയുന്നത്. നോക്കി, ഇവിടെ 1 ഇവിടെ 2 ഇവിടെ 3 വരകളാണ് വരിക. ട്രിപ്പിൾ ബോണ്ട് എന്ന് പറയുമ്പോൾ N, ട്രിപ്പിൾ ബോണ്ട് N ആയിരിക്കും വരിക. ഇനി ഡബിൾ ബോണ്ട് ആയിരുന്നെങ്കിലോ ഓക്സിജൻ ഡബിൾ ബോണ്ട് 2 പേർ. ക്ലോറിന്റെ കേസിൽ സിംഗിൾ ബോണ്ട് ക്ലോറിൻ അല്ലേ വരിക. അപ്പൊ സിംഗിൾ ബോണ്ട് എന്താന്ന് പറഞ്ഞു, ഡബിൾ ബോണ്ട് എന്താന്ന് പറഞ്ഞു, ട്രിപ്പിൾ ബോണ്ടും പറഞ്ഞു. അപ്പൊ നമ്മൾ കെമിക്കൽ ബോണ്ടിങ്ങിന്റെ കേസ് കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇനി നോക്കിക്കേ, ഇനി നമ്മുടെ ലിമിറ്റേഷൻസ് ആണ് പറയാൻ പോകുന്നത്. നമ്മൾ ഒപ്റ്റിറ്റ് റൂളിന്റെ കേസ് പറഞ്ഞു അല്ലെ. ഔട്ടർ മോസ്റ്റ് ഷെല്ലിനകത്ത് 8 ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ നമ്മൾ സ്റ്റേബിൾ ആണെന്നും പറഞ്ഞു. അതേപോലെ ഒപ്റ്റിറ്റ് ഒരു കെമിക്കൽ റിയാക്ഷനിൽ ആ എലമെന്റിന് പങ്കെടുക്കാൻ പറ്റുള്ളൂ. അതേപോലെ അതിന്റെ ലിമിറ്റേഷൻസ് ഉണ്ട്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലിമിറ്റേഷൻ ആണ് ഇത് 3. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലിമിറ്റേഷൻസ് എന്താണ്? ഇത് 3 ആണ് അതിന്റെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലിമിറ്റേഷൻസ്. ഒപ്റ്റിറ്റ് റൂളിന്റെ മെയിൻ ഒരു ലിമിറ്റേഷൻസ് ആണ് മോളിക്യൂൾസിന്റെ ഷേപ്പ് പറയാൻ പറ്റില്ല. എന്ത് പറയാൻ പറ്റില്ല? മോളിക്യൂൾസിന്റെ ഷേപ്പ് പറയാൻ പറ്റില്ല. cannot not explain
നമുക്ക് ഒരിക്കലും മോളിക്യൂൾസിന്റെ ഷേപ്പ് പറയാം. നമ്മൾ പറഞ്ഞു ഇപ്പം H2 എന്ന് പറയുന്ന കോമ്പൗണ്ടിന്റെ അല്ലെങ്കിൽ മോളിക്യൂളിന്റെ ഷേപ്പ് എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. അതൊരു ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഒരു ഡ്രോബാക്ക് ആണ്, അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് ആണ് നമ്മുടെ ഒപ്റ്റിറ്റ്യൂഡ് റൂളിന്റെ. അതേപോലെ നമ്മുടെ കോസിലും ലൂയിസും പറഞ്ഞത്, സയന്റിസ്റ്റ് എന്താണ് പറഞ്ഞു, ഒപ്റ്റിറ്റ്യൂഡ് റൂൾ കണ്ടുപിടിച്ചപ്പോ പറഞ്ഞു 8 ഇലക്ട്രോൺസ് ഉള്ളവര് കെമിക്കൽ റിയാക്ഷനിൽ, അതായത് ഓൾറെഡി അവർ സ്റ്റേബിൾ ആണ്, അവരൊരു കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മുടെ നോബിൾ ഗ്യാസ് എന്ത് ചെയ്തു, ഒപ്റ്റിറ്റ്യൂഡ് റൂളില് ടേക്ക് പാർട്ട് ചെയ്തു. അതൊരു ഭയങ്കര ഒരു ലിമിറ്റേഷൻ ആണ്. അവർ ഓൾറെഡി പറഞ്ഞെന്താ 8 ഉള്ളവര് പങ്കെടുക്കേണ്ട ആവശ്യമില്ലെന്ന്. അപ്പൊ നോബിൾ ഗ്യാസ് ഓൾറെഡി 8 ആണ് ഇലക്ട്രോൺസ് തരാ, പക്ഷെ നോബിൾ ഗ്യാസസും എന്ത് ചെയ്തു, പങ്കെടുക്കാൻ വന്നു. അപ്പൊ നോക്കിക്കേ, ഇൻകംപ്ലീറ്റ് ഒപ്റ്റിറ്റ് എന്ന് പറയുന്നത് എന്താണ്, 8 ഇലക്ട്രോൺസ് ഇല്ല അവർക്ക്, എന്തില്ല, ഔട്ടർ മോസ്റ്റ് ഷെല്ലിനകത്ത് 8 ഇലക്ട്രോൺസ് ഇല്ല. ഇനി എക്സ്പാൻഡഡ് എന്ന് പറയുമ്പോഴോ 8 കൂടുതലായിരിക്കും, അവർക്ക് 8 കൂടുതലായിരിക്കും ഔട്ടർ മോസ്റ്റ് ഷെല്ലിനകത്തുള്ളത് എന്ത്, ഇലക്ട്രോൺസ്. ഇനി നോക്കിക്കേ, ഓഡ് ഇലക്ട്രോൺ മോളിക്യൂൾസ്, അതായത് ഓഡ് നമ്പറിൽ വരും, അതായത് അവർ എത്ര നോക്കിയാലും അവർക്ക് എന്തുണ്ടാവില്ല, 8 ഇലക്ട്രോൺസ് ആകില്ല ഔട്ടർ മോസ്റ്റ് ഷെല്ല്. അപ്പൊ നമ്മൾ ഓഡ് നമ്പറിന് എക്സാമ്പിൾ ആണ് NO2, ഇതൊക്കെ നമ്മുടെ ആർക്ക് എക്സാമ്പിൾ ആണ്, ഓഡ് നമ്പർ. എത്ര നോക്കിയാലും ഇവർ എന്താവില്ല, ഒപ്റ്റിറ്റ്യൂഡ് റൂള് അറ്റൈൻ ചെയ്യാൻ പറ്റില്ല. ഇനി എക്സ്പാൻഡഡ് ഒപ്റ്റിറ്റ്യൂഡ് റൂൾ എന്ന് പറയുന്നത് 8 കൂടുതലായിരിക്കും ഇവർക്ക്, അതായത് നമ്മുടെ PCl5, SF6 എക്സെട്രാസ് വരും. ഈ എലമെന്റ്സ് കോമ്പൗണ്ട്സിനൊന്നും എന്താണ്, 8 കൂടുതലായിരിക്കും ഔട്ടർ മോസ്റ്റ് ഷെല്ലി വരിക. ഇനി നമ്മുടെ ഇൻകംപ്ലീറ്റഡ് ഒപ്റ്റിറ്റ്, അതായത് ഇൻകംപ്ലീറ്റഡ് ഒപ്റ്റിറ്റ് എന്ന് പറയുന്നത് 8 താഴെ ആയിരിക്കും. അതിന് എക്സാമ്പിൾ വരുന്നതാണ് നമ്മുടെ BCl3, അതേപോലെ തന്നെ LiCl2 എക്സെട്രാസ് ഒക്കെ വരുന്നത് നമ്മുടെ എന്താണ്, ഇൻകംപ്ലീറ്റഡ് ഒപ്റ്റിറ്റ് ആയിരിക്കും. അപ്പൊ ലിമിറ്റേഷൻസ് എന്തൊക്കെയാന്ന് പറഞ്ഞാൽ മോളിക്യൂൾസിന്റെ ഷേപ്പ് പറയാൻ പറ്റിയില്ല. അതേപോലെ നമ്മുടെ നോബിൾ ഗ്യാസ് ആണെങ്കിൽ 8 കൂടുതലുള്ളവരും കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുത്തു. അതേപോലെ തന്നെ നമ്മുടെ ഇൻകംപ്ലീറ്റഡ് ആയിട്ടുള്ള ഒപ്റ്റിറ്റ് നിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ എക്സ്പാൻഡഡ് ഒപ്റ്റിറ്റ് വരുന്നുണ്ട്. അതേപോലെ ഓഡ് നമ്പർ ആയിട്ട് മോളിക്യൂൾസിൽ ഒപ്റ്റിറ്റ് നിൽക്കുന്നു. ഈ ആദ്യത്തെ 4 എണ്ണമാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലിമിറ്റേഷൻസ് വരുന്നത് ഒപ്റ്റിറ്റ് റൂളിന്റെ. അപ്പൊ നോക്കിക്കേ, ഇനി നമ്മുടെ അടുത്തതിലേക്ക് പോവാം. അടുത്തതാണ് നമ്മുടെ ഫോർമൽ ചാർജ്. അതായത് നമുക്ക് ഫോർമൽ ചാർജ് കണ്ടുപിടിക്കണം. അതായത് നമ്മൾ പറഞ്ഞു ഫോർമൽ ചാർജ് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് നമ്മളോട് ചോദിക്കുന്നത് ഇക്വേഷൻ ആണ്. ഈ ഇക്വേഷൻ ആണ് ഫോർമൽ ചാർജിന്റെ പഠിക്കേണ്ടത്. ഫോർമൽ ചാർജിന്റെ ഇക്വേഷൻ എന്താണ്, വാലൻസി ഇലക്ട്രോൺ മൈനസ് നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസ് പ്ലസ് ഹാഫ് ബോണ്ടിങ് ഇലക്ട്രോൺസ്. നോൺ ബോണ്ടിങ് എന്ന് പറയുന്നതാണ് നമ്മുടെ ലോൺ പെയർ എന്ന് പറയുന്നത്. അതായത് ബോണ്ടിൽ പോവാത്ത ആൾക്കാരെയാണ് നമ്മൾ ലോൺ പെയർ എന്ന് പറയുന്നത്. നമുക്ക് എക്സാമ്പിൾ ആയിട്ട് നമ്മുടെ ഓസോൺ O3 തന്നെ പറയാം. O3യുടെ കേസിൽ നമ്മുടെ ഫോർമൽ ചാർജ് പറയാം. O3യുടെ സ്ട്രക്ചർ വരുന്നത് ഇങ്ങനെ ഡബിൾ ബോണ്ട് O. ഇതാണ് നമ്മുടെ O3 എന്ന് പറയുന്നത്. 3 ഓക്സിജൻ. അപ്പൊ നോക്കിക്കേ, 6 ആണ് നമുക്ക് വരേണ്ടത്. അപ്പൊ നോക്കിക്കേ, 1 2 3 4 5 6, അപ്പം 7 8. ഈ ഓക്സിജൻ, ആദ്യത്തെ ഓക്സിജനെ നമുക്ക് 1 എന്ന് വിളിക്കാം, രണ്ടാമത്തെ ഓക്സിജൻ 2 ആൻഡ് ഇത് 3. അപ്പൊ നോക്കിക്കേ, ആദ്യത്തെ ഓക്സിജൻ സ്റ്റേബിളാ, രണ്ടാമത്തെ ഓക്സിജൻ 1 2 3 4 5 6 7 8. ഇനി 1 2 3 4 5 6 7 8. നോക്കിക്കേ, ഈ ഓക്സിജൻസ് എല്ലാം സ്റ്റേബിൾ ആയി. ഇനി നോക്കിക്കേ, ഇതിന്റെ ഫോർമൽ ചാർജ് കണ്ടുപിടിക്കണം. വാലൻസി ഇലക്ട്രോൺ എത്രയാണ്, 6 ആണ് വരിക, 6. Fc എന്ന് പറയുന്നതാണ് നമ്മുടെ ഫോർമൽ ചാർജിനെ ഡിനോട്ട് ചെയ്യുന്നത്. 6 മൈനസ്, ഇനി നോക്കിക്കേ, ആദ്യത്തെ ഇതെടുക്കുമ്പോൾ നോൺ ബോണ്ടിങ്ങിൽ നിൽക്കുന്ന ആരാണ്, ലോൺ പെയർ ആയിട്ട് നിൽക്കുന്നത് ഈ ആളല്ലേ. നോൺ പെയർ എന്ന് പറയുമ്പോൾ ബോണ്ടിങ്ങിന് പോവാത്ത ആൾക്കാർ 2, അപ്പൊ അത് 2 പ്ലസ് ഹാഫ്. ഇനി ബോണ്ടിങ്ങിൽ പോയ ഇലക്ട്രോൺസ് എന്തൊക്കെയാണ്, 1 2 3 4 5 6 പേര് വന്നു. അപ്പൊ ഇവിടുന്ന് 3 കട്ട് ചെയ്യാം. അപ്പൊ 6 മൈനസ് 2 പ്ലസ് 3 ആണ് നമ്മുടെ ഫസ്റ്റത്തെ ഓക്സിജന്റെ ഫോർമൽ ചാർജ്. അങ്ങനെ നമുക്ക് സെക്കൻഡിന്റെയും ഓക്സിജന്റെ ഫോർമൽ ചാർജ് കണ്ടുപിടിക്കാം, തേർഡിന്റെ ഫോർമൽ ചാർജ് കണ്ടുപിടിക്കാം. ഫോർമൽ ചാർജ് എന്ന് പറയുന്നത് എന്താണ്, നമ്മള് Fc എന്ന് പറയുന്നതാണ് നമ്മുടെ ഫോർമൽ ചാർജ്. അതായത് ഓക്സിജൻ O3യുടെ കേസിലാണ് നമ്മളിപ്പോ ഫോർമൽ ചാർജ് കണ്ടുപിടിച്ചത്. ഇപ്പൊ ഫോർമൽ ചാർജിന്റെ ഇക്വേഷൻ എന്താണ്, വാലൻസി ഇലക്ട്രോൺ മൈനസ് നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസ് പ്ലസ് ഹാഫ് ബോണ്ടിങ് ഇലക്ട്രോൺസ്. ഇങ്ങനെ നമ്മൾ ഓക്സിജന്റെ കേസിലാണ് കണ്ടുപിടിച്ചത്. ഈ നോൺ ബോണ്ടിങ് എന്ന് പറയുന്നത് നമ്മുടെ ലോൺ പെയറിനെയാണ്. ബോണ്ടിങ് എന്ന് പറയുന്നത് എന്തിനാണ്, നമ്മള് ബോണ്ട് പോയ
എലമെന്റ്സിനെ ഇലക്ട്രോൺസിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക ബോണ്ടിങ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഫോർമൽ ചാർജ് ചെയ്യുന്നത്. നിങ്ങളുടെ എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്താണ് ഫോർമൽ ചാർജ്, ഒരു കോമ്പൗണ്ട് എന്നിട്ട് അതിന്റെ ഫോർമൽ ചാർജ് കണ്ടുപിടിക്കാനാണ്. അപ്പൊ ഓക്കെ, നമ്മുടെ ഫോർമൽ ചാർജും കഴിഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് ബോണ്ട് ലെന്ത്. രണ്ട് ആറ്റങ്ങളുടെ ഇടയിലുള്ള ലെന്തിനെയാണ് നമ്മൾ ബോണ്ട് ലെന്ത് എന്ന് പറയുന്നത്. ബോണ്ട് ലെന്ത് എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇവിടെ രണ്ട് ആറ്റം ഉണ്ട്. ഇതൊരു ആറ്റം, ഈ ഒരു ആറ്റം. ഈ ആറ്റത്തിന്റെ ന്യൂക്ലിയസും ഈ ആറ്റത്തിന്റെ ന്യൂക്ലിയസിന്റെ ഇടയിലുള്ള ലെന്തിനെയാണ് നമ്മൾ ബോണ്ട് ലെന്ത് എന്ന് പറയുന്നത്. അതാണ് ദ ആവറേജ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ന്യൂക്ലിയർ ഓഫ് ടു ബോണ്ടഡ് ആയിട്ടുള്ള ആറ്റംസ്. അതായത് നമുക്കറിയാം ആറ്റം കമ്പൈൻ ചെയ്തിട്ടാണ് എന്തുണ്ടാവുന്നത്, മോളിക്യൂൾസ് ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ആ രണ്ട് ആറ്റങ്ങളുടെ ഇടയിലുള്ള ലെന്തിനെ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ബോണ്ട് ലെന്ത് എന്ന് പറയുന്നത്. ഇനി ബോണ്ട് ആംഗിൾ എന്താണ്? അതായത് നമുക്കറിയാം ഇപ്പൊ ഇവിടെ ഒരു ഓക്സിജൻ, ഇതിന്റെ ഇടയിൽ എന്തുണ്ട്, ഇലക്ട്രോൺസ് ഉണ്ട്. ഈ ഇലക്ട്രോൺസിനെ നമ്മൾ ലൈൻഡഡ് ആയിട്ടാണെന്ന് നമുക്കറിയാം. പക്ഷെ ഈ ലൈൻഡ് ഇലക്ട്രോൺസിന്റെ ഇടയിൽ എന്തുണ്ട്, ഒരു ആംഗിൾ ഉണ്ട്. അതായത് നമ്മുടെ സെൻട്രൽ ആറ്റവും ഈ ഇലക്ട്രോൺസിന്റെ ഇടയിൽ ഒരു ആംഗിൾ ഉണ്ട്. ആ ആംഗിളിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത്. അപ്പൊ ബോണ്ട് ആംഗിൾ എന്താണ്? ബോണ്ട് ആംഗിൾ ഈസ് ദ ആംഗിൾ ഫോംഡ് ബിറ്റ്വീൻ ടു ബോണ്ടഡ് ദാറ്റ് അട്രാക്ട് ടു ദ സെയിം സെൻട്രൽ ആറ്റം. സെൻട്രൽ ആറ്റവും ഇലക്ട്രോൺസിന്റെ ഇടയിലുള്ള ഒരു ആംഗിളിനെയാണ് നമ്മൾ ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത്. ബോണ്ട് ലെന്ത് എന്ന് പറയുമ്പോൾ എന്താണ്, ആറ്റങ്ങളുടെ ഇടയിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ബോണ്ട് ലെന്ത് എന്ന് പറയുന്നത്. അപ്പൊ നോക്കിക്കേ, ഇതാണ് ബോണ്ട് പാരാമീറ്റേഴ്സ് ആണ് നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബോണ്ട് പാരാമീറ്റേഴ്സ് എന്താണ്, ബോണ്ട് ലെന്ത് എന്താന്ന് പറഞ്ഞു, ബോണ്ട് ആംഗിൾ എന്താന്ന് പറഞ്ഞു. ഇനി നമുക്കുള്ളതാണ് ബോണ്ട് ഓർഡർ. ബോണ്ട് ഓർഡറും ബോണ്ട് എൻതാൽപ്പി. ബോണ്ട് എൻതാൽപ്പി എന്ന് പറയുമ്പോൾ ഒരു മോള് ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ എടുക്കുന്ന എനർജിനെയാണ് നമ്മൾ ബോണ്ട് എൻതാൽപ്പി എന്ന് പറയുന്നത്. ബോണ്ട് എൻതാൽപ്പി എന്ന് പറയുന്നത് എന്താണ്, ഒരു മോള് ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ എടുക്കുന്ന എനർജിനെയാണ് നമ്മൾ ബോണ്ട് എൻതാൽപ്പി എന്ന് പറയുന്നത്. നമുക്കറിയാം ബോണ്ട് എൻതാൽപ്പി അല്ലെങ്കിൽ ബോണ്ട് എനർജി എന്ന് നമുക്ക് പറയുന്നത്. ഇനി നോക്കിക്കേ, ബോണ്ട് ഓർഡർ എന്താണ്? ബോണ്ട് ഓർഡർ ഈസ് ദ നമ്പർ ഓഫ് കെമിക്കൽ ബോണ്ട്സ് ബിറ്റ്വീൻ ടു ആറ്റംസ്. രണ്ട് ആറ്റങ്ങളുടെ ഇടയിൽ എത്ര കെമിക്കൽ ബോണ്ട്സ് ഉണ്ടോ അതിന്റെ എണ്ണത്തിനെയാണ് നമ്മൾ ബോണ്ട് ഓർഡർ എന്ന് പറയുന്നത്. ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കുന്നത് BO എന്നാണ് ബോണ്ട് ഓർഡർ. അതായത് NB പ്ലസ് NA വെച്ചിട്ട് ബൈ 2 ചെയ്തിട്ടാണ് നമ്മൾ ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കുന്നത്. അത് നമ്മുടെ മോളിക്കുലർ ഓർബിറ്റൽ തിയറി വരുന്ന സമയത്ത് നമ്മൾ ബോണ്ട് ഓർഡറിന്റെ കേസ് പഠിക്കുന്നുണ്ട്. അപ്പൊ ബോണ്ട് പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണ്? ബോണ്ട് ലെന്ത്, ബോണ്ട് ആംഗിൾ, ബോണ്ട് എൻതാൽപ്പി അല്ലെങ്കിൽ ബോണ്ട് എനർജി അല്ലെങ്കിൽ ബോണ്ട് ഓർഡർ. ബോണ്ട് ഓർഡർ എന്ന് പറയുന്നത് രണ്ട് ആറ്റങ്ങളുടെ ഇടയിലുള്ള കെമിക്കൽ ബോണ്ട്സിനെയാണ് നമ്മൾ ബോണ്ട് ഓർഡർ എന്ന് പറയുന്നത്. ഇനി ബോണ്ട് എൻതാൽപ്പി എന്ന് പറയുന്നത് ഒരു മോള് ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ എടുക്കുന്ന എനർജി. അപ്പൊ പാരാമീറ്റേഴ്സ് കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ പറയാൻ പോകുന്നത്? റെസ്റ്റോറന്റ് സ്ട്രക്ചർ ആണ്. അതായത് നമ്മൾ O3യുടെ കേസ് പറഞ്ഞു അല്ലെ. O3യുടെ കേസിൽ നമ്മൾ എങ്ങനെ സ്ട്രക്ചർ ആണ്? ഇവിടെ ഒരു ഓക്സിജൻ, ഇവിടെ ഒരു സിംഗിൾ ബോണ്ട് ഓക്സിജൻ, ഇവിടെ ഡബിൾ ബോണ്ട് ഓക്സിജൻ. ഇനി നമുക്ക് ഒരു ആറ്റത്തെ അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ടിനെ തന്നെ ഡിഫറെന്റ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം. അതിനെയാണ് നമ്മൾ റെസ്റ്റോറന്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഞാൻ ഇവിടാണ് ഡബിൾ ബോണ്ട് എടുത്തത്. ഇനി എനിക്ക് എന്ത് ചെയ്യാം, ഇവിടെയും ഡബിൾ ബോണ്ട് ഇടാം. അതായത് എനിക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് ഈ സ്ട്രക്ചർ മാറ്റാൻ പറ്റും. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റെസ്റ്റോറൻസ് എന്ന് പറയുന്നത്. അതനുസരിച്ച് ഞാൻ മാറ്റുന്നതനുസരിച്ച് എന്ത് ചെയ്യണം, ഞാൻ ഇലക്ട്രോൺസിനെ സ്റ്റേബിൾ ആക്കി കൊടുക്കണം. അതായത് നോക്കിക്കേ, ഇത് റെസ്റ്റോറൻസ് എന്ന് വെച്ചാൽ ഇവിടെ ഫസ്റ്റത്തെ കേസിൽ ഞാൻ റൈറ്റ് സൈഡിലാണ് എന്ത് ചെയ്തത്, ഡബിൾ ബോണ്ട് ഇട്ടത്. ഇനി രണ്ടാമത്തെ കേസ് വന്നപ്പോൾ ഇത് സെക്കൻഡ് കേസാണ്, ഇത് ഫസ്റ്റ് കേസ്. രണ്ടാമത്തെ കേസ് വന്നപ്പോൾ ഞാൻ എവിടെ ഇട്ടു, റൈറ്റ് സൈഡിലേക്ക് മാറ്റി അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്ക് മാറ്റി. അതനുസരിച്ച് ഞാൻ എന്ത് ചെയ്യണം, ഇലക്ട്രോൺസിനെ മാനേജ് സ്റ്റേബിൾ ആക്കി കൊടുക്കണം. ഇതിനെയാണ് നമ്മൾ റെസ്റ്റോറന്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. റെസ്റ്റോറന്റ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ആയിട്ടുള്ള പോസിബിൾ ആയിട്ട് ലൂയിസ് സ്ട്രക്ചറിനെ നമുക്ക് അറേഞ്ച് ചെയ്യാം. ഒരിക്കലും എന്ത് ചെയ്യുക, ഡിഫറെന്റ് ഓൺലി ഇൻ ദ വൺ അറേഞ്ച്മെന്റ് ഓഫ് ഇലക്ട്രോൺസ്, നോട്ട് ഇൻ ദ പൊസിഷൻ ഓഫ്. ആറ്റത്തിനെ മാറ്റിയിട്ടില്ല, എന്ത് ചെയ്തു, ഞാൻ അതിന്റെ പൊസിഷൻ റീഅറേഞ്ച്മെന്റ് മാത്രമേ ചെയ്തു. ഇങ്ങനെയുള്ള സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ റെസ്റ്റോറന്റ് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് എന്തൊക്കെ പഠിച്ചു, കെമിക്കൽ ബോണ്ട് എന്താന്ന് പറഞ്ഞു, അതേപോലെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കെമിക്കൽ ബോണ്ട്സിന്റെ കേസ് പറഞ്ഞു, ബോണ്ട് പാരാമീറ്റേഴ്സ് പറഞ്ഞു, ലൂയിസ് സ്ട്രക്ചർ പറഞ്ഞു. ഇത്രയാണ് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ബൈ.